അസ്സലാമലൈക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവും ഞങ്ങളൊന്ന് കറങ്ങാൻ പോയിന്ന്. എവിടേക്കാച്ചാൽ കൊടിക്കുത്തിമല ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ പേരിൻ്റെ അവിടുന്ന് കുറച്ചുള്ളൂ കേട്ടോ. പെരിന്തൽമണ്ണ ഭാഗത്തായിട്ടാണ് ഈ കൊടിക്കുത്തിമല വരുന്നത് കേട്ടോ. പക്ഷേ സ്വന്തം നാട്ടിലാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിതുവരെ ആയിട്ടും കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും പോകുമ്പോൾ സ്റ്റാറ്റസും ഇതൊക്കെ ഇങ്ങനെ കാണാം, പിന്നെ യൂട്യൂബിലൊക്കെ കാണാമല്ലോ. പിന്നെ അഭിലാഷം എന്നെന്തോ പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിലും ഉണ്ടിട്ട് ഈ കൊടിക്കുത്തിമലൊക്കെ കാണിച്ചിന്. സ്വന്തം നാട്ടിലെത്തിയായിട്ട് എനിക്കത് കാണാനുള്ളൊരു ഇതുണ്ടായില്ല കേട്ടോ. കാരണം പോകാമെന്നുള്ള പ്ലാനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് എത്തിക്കിട്ടിയിരുന്നില്ല. അപ്പോൾ എന്തായാലും കുറേ ആയിട്ട് പെരയിൽ നിന്ന് പുറത്താടിയിട്ട്. അപ്പോൾ അങ്ങനെ രാവിലെ തലേന്ന് തന്നെ വിളിച്ചിട്ട് രാവിലെ നേരത്തെ വരുമ്പോൾ എവിടേക്കെങ്കിലും കറങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആൾ വന്നത് ഉച്ചക്കും. അങ്ങനെ എന്തായാലും കറങ്ങാൻ ഇറങ്ങി കൊടിക്കുത്തിമലയ്ക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ അടിപൊളി കാഴ്ചകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാലു പറഞ്ഞു ആദ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് മല കയറാൻ പോകാറ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ള അങ്ങാടിയിൽ പോയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നാച്ചിട്ട് പോയത് കേട്ടോ. അപ്പോൾ മന്തിയൊന്നുമില്ല, അപ്പോൾ ഷവർമ്മ നട്ടുച്ചക്കാർ ഷവർമ്മ ഉണ്ടാക്കണല്ലേ. അപ്പോൾ എന്തായാലും അവിടെ പോയപ്പോൾ ബിരിയാണി, സാദാ ചോറ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലാലു പറഞ്ഞു ലാലുവിന് ബിരിയാണി ഒന്നും വേണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറേ ആയിട്ടാണ് ബിരിയാണി നിട്ടു. അപ്പോൾ ബിരിയാണി തിന്നാനൊരു പൂതിട്ടാ. അപ്പോൾ ലാലു പറഞ്ഞു എന്നാൽ ബിരിയാണി പറയാറ്. അങ്ങനെ ഒരു ആൾക്കുള്ള ബിരിയാണിയാണ് പറഞ്ഞത്. പക്ഷേ ബിരിയാണി കണ്ടിട്ട് ഞാൻ ആകെ അന്തം വിട്ടിട്ട്. ആദ്യം കിട്ടിയ ബിരിയാണി നന്നായിട്ട് ഞാൻ ഓല ആ പാത്രത്തിൽ വെച്ചത് അതേമാതിരി ഉണ്ട് ഈ പാത്രത്തിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. പക്ഷേ ഓലിട്ട മാതിരി നമ്മളെക്കൊണ്ട് ഇടാൻ പറ്റൂലേ, അതാകെ കുത്തി ഉടഞ്ഞുകൊണ്ട് ആകെ വൃത്തികേടായിട്ട്. ഞാൻ ഇട്ടപ്പോൾ ആകെ എന്താ പറയുക, മല ഇടിഞ്ഞ മാതിരിയായിട്ടാണ്. പകുതി ഭാഗം നല്ലപോലെ പകുതി ഭാഗം ഇടിഞ്ഞിട്ടിട്ട്. അപ്പോൾ ആ ചോറൊക്കെ കൂടെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പള്ളം നിറഞ്ഞിട്ട്. കാരണം രണ്ടാൾക്ക് തിന്നാനുള്ള ചോറുണ്ടത്. ഒരാൾക്ക് നിറയിട്ട് ഒരു പ്ലേറ്റ് ചോറും രണ്ടാൾക്ക് തിന്നാനാട്ടോ. അപ്പോൾ ഞാൻ എന്താ കാട്ടി, അതിന് കുറച്ചെടുത്തിട്ട് ലാലുവിന് കൊടുക്കാൻ കരുതിയിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഇങ്ങനെ അന്തം വിട്ടുന്നത്, ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ആ പാത്രത്തിൽ ഇടാച്ചിട്ടിട്ടാ. ഇതിനൊക്കെ തോന്നി വേണ്ട കയ്യേറ്റെന്ന് എടുത്തിട്ട് എന്തിനാ വെറുതെ ഇങ്ങനെ ഇതാക്കണം വെച്ചിട്ട് ഞാൻ ലാലുവിനുള്ളൊരു പീസും പിന്നെ അതിൽ 2 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. 2 വലിയ കണ്ടം തന്നെ ചെയ്യുന്നുണ്ട് ഇറച്ചി. അപ്പം ഞാൻ ലാലുവിനുള്ള ചോറ് ഇങ്ങനെ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ലാലു എന്തായാലും ചോറ് തിന്നണില്ലായിരുന്നു. കാരണം പെരയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉമ്മ പൊറാട്ടയും ബീഫൊക്കെ കൊടുത്തതേന്ന്. എന്നോട് ഉമ്മ പൊറാട്ടയും ബീഫൊക്കെ തിന്നാൻ പറഞ്ഞു. ഞാൻ വേണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ടൈമിൽ എനിക്ക് തിന്നാൻ പോവില്ല. പിന്നെ അതുമല്ല പൊറാട്ട തിന്നാൽ തന്നെ ഒരു ചായൊരു മന്ദപ്പാട്ടോ. അതായത് തലക്കൊരു കനമുള്ള മാതിരിയൊക്കെ വരും. പിന്നെ നമ്മൾ ഈ വെയിലത്തും കൂടിയുള്ള യാത്ര ആകുമ്പോൾ പിന്നെ പറയും വേണ്ടി വരില്ല, ക്ഷീണം വിടുന്ന ടൈം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് പൊതുവേ പൊറാട്ടയോട് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ ഞാൻ അച്ചാർ എന്താ മണക്കണമെന്ന് വെച്ചാൽ നാരങ്ങയും മാങ്ങയൊക്കെ കൂടി ഇട്ട് നല്ല പുളിമണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് ഞാൻ അങ്ങനെ പിന്നെ ലാലുവിനുള്ള ചോറ് മാറ്റി വെച്ചിട്ട് ഞാൻ തൈരും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ചോറ് തിന്നാൻ വേണ്ടി റെഡി ആയി നിൽക്കാം കേട്ടോ. കാരണം കുറേ കാലം എന്തെന്ന് പറയുക, ഇപ്പോൾ പിന്നെ മന്തിയാണല്ലോ. കല്യാണത്തിനൊക്കെ പോയാലും മന്തി ഉണ്ടാകുമ്പോൾ പിന്നെ ബിരിയാണി നമുക്ക് തിരിയില്ലല്ലോ. പിന്നെ പെരയിൽ ഉണ്ടാക്കുകയാണെങ്കിലും മന്തി തന്നെ ഉണ്ടാക്കുള്ളൂ. ബിരിയാണിയൊക്കെ എന്നല്ല പണ്ട്, ഇപ്പോൾ മോഡൽ പിന്നെ മന്തിയാണല്ലോ. അപ്പോൾ എന്തായാലും മന്തിയൊക്കെ മോഡൽ പോയിക്കും. പക്ഷെ എന്നാലും ഇടക്കും തലക്കൊക്കെ നമ്മൾ തിന്നുന്ന സാധനം മന്തിയാണല്ലോ. അപ്പോൾ ബിരിയാണി തിന്നിട്ട് കുറേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ കിട്ടിയ പൊലിവാട്ടോ അപ്പോൾ ആ കാണുന്നത്. അപ്പോൾ ലാലുവിന് കാത്തിക്കണമൊന്നുമില്ല കേട്ടോ. ഞാൻ വേഗം തിന്നാൻ നോക്കട്ടെ. പിന്നെ ലാലു എന്താ വിട്ടും എപ്പോഴോ കേൾക്കണം എന്താ വെച്ചാൽ ഒരാൾക്ക് ചോറ് മതി പറഞ്ഞിട്ട് അറ്റങ്ങൾ ഒരു പ്ലേറ്റേ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്ത്യയിൽ തോന്നെ ചോറ് ഉണ്ടായതുകൊണ്ട് ഞാൻ ലാലുവിന് കൊടുത്തതല്ലേ. അപ്പോൾ ലാലു ഒരു പ്ലേറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പ്ലേറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാട്ടെ ലാലുവിൻ്റെ. അപ്പോൾ ലാലു എന്നോട് ചോദിച്ചാട്ടെ രസം ഉണ്ടോയെന്നൊക്കെ. ഞാൻ ലാലുവിനെ പ്ലേറ്റ് തരാനൊന്നും കാത്തിക്കണില്ല, ഞാൻ വേഗം തിന്നാൻ നോക്കട്ടെ. ഫസ്റ്റത്തെ ഉരുളയിൽ തന്നെ മേത്ത് കൂടെ പോയിട്ടാ. കാരണം എന്താ പറയുക, അന്നും വിളിയും കാണാത്ത മാതിരി തിന്നാൻ നോക്കിയതാ. അത് പകുതി മേത്ത് കൂടിയും പോയിട്ട് 2 അറ്റേ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് തിന്നാം കേട്ടോ. അപ്പോൾ എന്തായാലും ലാലുവിൻ്റെ പ്ലേറ്റ് തന്നിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടത് കണ്ടപ്പോൾ അതിന് ചങ്ങായി പിടിച്ചാൽ മടിയായിട്ടാ. അപ്പോൾ അയാൾ വേഗം അങ്ങോട്ട് തന്നെ തിരിഞ്ഞ് പോയിട്ടാ. പിന്നെ ഞാൻ വീഡിയോ അപ്പാക്കിയതിന് ശേഷം അയാൾ പിന്നെ തിരിച്ച് വന്നത് കേട്ടോ. ഞാൻ പിന്നെ എന്തായാലും എൻ്റെ ചോറ് ലാലുവിനും കൊടുത്തു. അങ്ങനെ രണ്ടാളും ഒരു ചോറിന് തന്നെ എടുത്ത് തന്നിട്ടോ. അങ്ങനെ പിന്നെ ലാലുവിന് അച്ചാറും തൈരൊക്കെ എടുത്ത് കൊടുത്തിരുന്നിട്ടാ ഞാൻ. പിന്നെ എന്താ പറയുക, ചൂടുവെള്ളം എന്നിട്ടാ. രണ്ടാൾക്കാണെങ്കിലും ചൂടുവെള്ളം പോവില്ല. ലാലു എന്നാൽ പിന്നെയും ചൂടുവെള്ളം കുടിച്ചിട്ടാ. എനിക്ക് തീരെ ചൂടുവെള്ളം പറ്റില്ല. ചൂടുവെള്ളം കുടിച്ചാൽ അപ്പം എനിക്ക് ഛർദ്ദിക്കാൻ വരാൻ മാതിരി ഒരു അസ്വസ്ഥത കേട്ടോ. എനിക്ക് ഈ ചൂടുവെള്ളത്തിൻ്റെ ചുവ തീരെ പറ്റില്ല കേട്ടോ. പണ്ട് കൊറോണ ടൈമിൽ എല്ലാവരും ചൂടുവെള്ളം കുടിച്ചുമ്പോൾ ഞങ്ങൾ പെരക്കാർ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ കുടിച്ചിരുന്നത്, അതായത് പാങ്ങിലിട്ടാ. ഇവിടെ പിന്നെ ചൂടുവെള്ളം തന്നെയാണ്, എന്തൊക്കെ ഏതൊക്കെ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ചൂടുവെള്ളത്തിൻ്റെ ചുവ തീരെ പറ്റില്ല കേട്ടോ. ഞാൻ ചൂടുവെള്ളം ആകെ കുടിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുര വരുമ്പോൾ, അതുപോലെ പനി വരുമ്പോൾ അങ്ങനെ കേട്ടോ. പനി വന്നാലും അല്ലാതെ കുടിച്ചൊന്നുമില്ല. പക്ഷെ കുര വരുമ്പോൾ വേഗം ചൂടുവെള്ളം ഉണ്ടാക്കി കുടിച്ചിട്ടോ. കാരണം എന്താ വെച്ചാൽ ചൂടോടക്കാൻ ഇങ്ങനെ വെള്ളം കുടിച്ചുമ്പോൾ കുറേ ഒരു സമാധാനം തോന്നുന്നുണ്ടോ. അങ്ങനെ ഞാൻ ചൂടുവെള്ളം കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിൽ ചെന്നപ്പോൾ അതും ചൂടുവെള്ളം. അപ്പോൾ ലാലു പറഞ്ഞു ചൂടുവെള്ളം കുടിച്ചാൽ മതി, പച്ചവെള്ളം കുടിച്ചല്ലേ പറഞ്ഞിട്ടാ. കാരണം ഇപ്പോൾ എല്ലായിടത്തും മഞ്ഞപ്പിത്തം അതും ഇതൊക്കെ അല്ലേ. പക്ഷെ എനിക്കാണെങ്കിൽ ചൂടുവെള്ളം വെച്ചെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് കുടിച്ചാൽ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ലാലു പറയുന്നത് എന്തെങ്കിലും വെള്ളം ഇതാക്കാൻ കേട്ടോ. അതിന് സവനപ്പം പെപ്സി അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ലാലു പറയുന്നത് ലൈം ഓർഡർ ചെയ്യല്ലേ കേട്ടോ. എനിക്കൊരു പേടിയുണ്ട്, കാരണം നമ്മൾ വെയിൽ കൊണ്ട് പോയതല്ലേ, തല നീരിറങ്ങിയിട്ടുണ്ട്. അതായത് മുണ്ടും കൂടി ചുറ്റിയതല്ലേ. പിന്നെ ഈ ചൂടത്ത് ലൈമും കൂടി കുടിച്ചുമ്പോൾ
പിന്നെ നീരിറങ്ങൂലേ എന്നൊക്കെയുള്ള ബേജാറായിട്ട് എനിക്കാണെങ്കിൽ പെട്ടെന്ന് നീരിറങ്ങും കേട്ടോ. അതായത് തല വേർത്ത പാട് എന്തെങ്കിലും വെള്ളം എടുത്ത് കുടിച്ചാൽ അപ്പം എനിക്ക് നീരിറങ്ങും കേട്ടോ. പിന്നെ കുര വിടണ ടൈം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എന്നാൽ തന്നെ നോമ്പൊക്കെ അടുപ്പിച്ചിട്ട് ഇതേമാതിരി ഇങ്ങനെ ഇടക്കും നിലക്കൊക്കെ തണുത്തവെള്ളം കുടിച്ചിട്ട് സെറ്റാക്കലാട്ടാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് നോമ്പിനൊക്കെ തണുത്തവെള്ളം ഒറ്റയടിക്ക് കയറ്റുമ്പോൾ കുര ഇത് വിട്ട് മാറലുണ്ടാവില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങളെ ലൈം വന്നിട്ട് അപ്പോൾ കിട്ടിപ്പെടാൻ ഞാനൊന്ന് കുടിച്ച് നോക്കിയിട്ടാ. അങ്ങനെ കുടിച്ചിട്ട് പിന്നെയും ചോറിന് അങ്ങനെ ഇരുന്നപ്പോഴാട്ടെ ലാലുവിൻ്റെ ലൈം അവിടെ കണ്ടത്. എനിക്കാണെങ്കിൽ ലാലുവിനെ കണ്ടിട്ട് സമാധാനമില്ല. അപ്പോൾ ഞാൻ ലാലുവിനെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഞങ്ങളത് ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് എന്നിട്ട് ലാലുവിൻ്റെയും പോയി ഒന്ന് ഈമ്പി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാലു മെയിൻ തന്നെ ചെയ്യണില്ല കേട്ടോ. ലാലുവിനെ അറിയാം ഞാൻ ഏതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഒപ്പിച്ചൊക്കെ ഇടുന്ന ലാലുവിനെ അറിയാം കേട്ടോ. അപ്പോൾ ലാലു അറിയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ലാലുവിൻ്റെ ഇത് എന്താ പറയുക അദ്ദേഹത്തിന് ലൈം കുടിച്ചിരുന്നു കേട്ടോ. ലാലു എന്തൊക്കെ പറഞ്ഞാലും ലാലു എന്നെ ഏതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ലാലുവിൻ്റെ അടുത്ത് തിന്നിട്ട് ഞാൻ ഏതുണ്ടാക്കും കേട്ടോ. പക്ഷേ എൻ്റെ തീറ്റി ഇതൊക്കെ കണ്ടാത്തൊന്നും മുഴുവൻ ഞാൻ തിന്നുന്നു അങ്ങനെയല്ല, അതിൻ്റെ പകുതി ലാലു വെക്കരുത് തിന്നുന്നത്, അതാണ് വേറെ കോമഡി കേട്ടോ. അങ്ങനെ എന്തായാലും ചോർത്തിയിട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഹോട്ടലത്തെ ചോറാണല്ലോ ഭയങ്കര ടേസ്റ്റ്. കുറേ കാലം കഴിഞ്ഞ് തിന്നതിൻ്റെ ശേഷം പിന്നെ ഭയങ്കര പൈപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം എന്താണെന്നാവട്ടെ 2 മണിയൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ചോറ് തിന്നുമ്പോൾ തന്നെ കേട്ടോ. എന്തായാലും നല്ല പൈസ ടൈമിൽ നല്ല അടിപൊളി ബിരിയാണി നമുക്ക് കുറേ സമാധാനമായിട്ടാണ്. പിന്നെ നല്ല സ്വഭാവമുള്ള നാട്ടുകാരായിരുന്നു കേട്ടോ. അതായത് ആ കടക്കാർ ഇപ്പോൾ പെരിന്തൽമണ്ണയാണല്ല. അപ്പം അറ്റങ്ങൾ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്തായതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരൂരിൽ നിന്നാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അറ്റങ്ങളായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്നിട്ട് പിന്നെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ ഈ പോണ ഈ കാട്ടുമുക്ക് ഏതാണെന്നല്ല, ഈ കാട്ടുമുക്ക് കൂട്ടിയിട്ട് നമ്മൾ ആ കൊടിക്കുത്തിമല കയറാൻ പോവുക. അപ്പോൾ എന്തായാലും ആദ്യം ചുരം കേട്ടോ അവിടെ. അതായത് കുറേ ഇങ്ങനെ എന്താ പറയുക ഒരു കുന്നിൻ്റെ മേലെയാണ് ഈ ഒരു സംഭവം. അപ്പോൾ കുറേ അങ്ങോട്ട് കയറണം കേട്ടോ. അപ്പോൾ എന്തായാലും ഡബ്രം കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ലാലുവിന് എന്തായാലും സന്തോഷമായിട്ടുണ്ടാവും കേട്ടോ. കാരണം ലാലുവിന് ഭയങ്കര ഇഷ്ടമാണ് ഡബ്രം കാടൊക്കെ. ഡബ്രം കാട് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ലാലു വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം അവിടെ നോക്കിക്കൊട്ടാ. പിന്നെ നമുക്ക് തിരൂർക്ക് തന്നെ തിരിച്ച് പോരേണ്ട കാരണം പിന്നെ ഞങ്ങൾ നിൽക്കാനൊന്നും നിന്നില്ല, വേഗം പോവാട്ടോ. കാരണം ലാലു പെരേക്ക് രാവിലെ വന്നിക്കാണെങ്കിൽ നമുക്ക് എല്ലാ സമാധാനത്തിൽ പോയി വരാം. ലാലു പെരേക്ക് എത്തണതന്നെ നേരെ 12 മണി 12 ആ ഒക്കെ ഒരു ടൈമിലാട്ടോ. പിന്നെ ഉമ്മ പൊറോട്ടയും ചായയും കൊടുത്തപ്പോൾ പിന്നെ ആൾക്കും അല്ലാതെ ചോറ് പോയില്ല. അപ്പോൾ പിന്നെ എൻ്റെ ചോറ് ഞാൻ ബാക്കിയാക്കുമെന്ന് കണ്ടപ്പോഴാണ് ആൾ ബിരിയാണി തിന്നായിരുന്നേക്കണം കേട്ടോ. കാരണം എനിക്കൊന്നായിട്ട് പോകില്ല അറിഞ്ഞതിന്. അങ്ങനെ പിന്നെ എന്തായാലും രണ്ടാളും ബിരിയാണിയൊക്കെ തിന്ന് ചുരമൊക്കെ കയറാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോട്ടലുണ്ട്. വല്ലാതെ ഇതിൻ്റെ വീണ്ടും ആൾ താമസമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു കാട്ടുമുക്കിട്ടാ. അപ്പോൾ പോണ വഴിക്ക് ഇതേമാതിരി കത്തിരിയ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തൊന്നും ആരെങ്കിലും കൊന്നിട്ടാലും പോലും അറിയില്ല കേട്ടോ. അത്രയ്ക്കും ഇങ്ങനെ കാടും മലയൊക്കെ ആയിട്ട്. പിന്നെ ഈ പാറപ്പുറത്ത് നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ട് കേട്ടോ. അതായത് കുന്ന് ഏരിയ ആയതുകൊണ്ട് കേട്ടോ. അങ്ങനെ പാറമക്കൂടെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നട്ടു വെച്ച ടൈം ആയതുകൊണ്ട് പിന്നെ എന്താ പറയുക നല്ല വെയിലുള്ള ദിവസം കേട്ടോ. ഇങ്ങോട്ടൊക്കെ നല്ല മഴയുള്ള ടൈമിൽ പോയാൽ നല്ല കോടൊക്കെ ഇറങ്ങിയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. കാരണം കുന്നിൻ്റെ മേലല്ലേ, കോട ഇറങ്ങുമ്പോൾ നല്ല രസമായിട്ടോ കാണാൻ. നമ്മൾ ഊട്ടിയിലൊക്കെ പോയ മാതിരി നല്ലതാണ്. പക്ഷേ ഞങ്ങൾ പോയതാണല്ലോ നട്ട് വെച്ച ടൈമിൽ വെയിൽ ആയിട്ട് കണ്ണ് പോലും കാണില്ല കേട്ടോ. അമ്മാതിരി ഇതേന്ന്. അങ്ങനെ ചുരമൊക്കെ കയറി ഏകദേശമൊക്കെ മേലെത്തുമ്പോൾ ഇതേമാതിരി കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. യന്ത്രൂനാലും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ ഒന്നും ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഈ കൊടിക്കുത്തിമല എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. യൂട്യൂബിൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അഭിലാഷ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഞങ്ങളെ നാട്ടിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അടുത്താണ് പറയുമ്പോൾ ഇതിൻ്റെ മുന്നിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എൻ്റെ മുത്തമ്മാൻ്റെ പേര് മണ്ണാർക്കാടാണ്. അങ്ങോട്ടൊക്കെ ഇതിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യും. പക്ഷേ ഇതുവരെയായിട്ടും കൊടിക്കുത്തിമല കയറാൻ പോയിട്ടില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഉപ്പയൊക്കെ പോയിക്കണം, ഉപ്പാൻ്റെ കൂട്ടന്മാരൊക്കെ ഒപ്പട്ടാ. ഇപ്പം എങ്ങനെയാ വെച്ചാൽ എല്ലായിടത്തും കൂട്ടന്മാരൊപ്പം പോന്നിട്ട് ഞങ്ങളോട് അറിയാം ഇനി നമുക്ക് പോകണം എന്ന് അറിയട്ടോ. ഇൻഷാ അള്ളാന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ആ പോക്ക് ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇപ്പോൾ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പറയും ഞങ്ങളെയും പോകണം, ഞങ്ങളെയും കൊണ്ടുവന്നൊക്കെ പറയാം. അപ്പോൾ ഇപ്പം ഇൻഷാ അള്ളാന്ന് പറഞ്ഞു പിന്നെ ആ പോക്ക് ആ ഭാഗത്തൊക്കെ എത്തലുണ്ടാവില്ല. അതേമാതിരി ഇതും സംഭവിച്ചേട്ടാ. ഇപ്പോൾ പോയി വന്ന് ഞങ്ങളൊട്ട കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ മിഥുന് ഭയങ്കര പൂതിയായിരുന്നു കേട്ടോ കൊടിക്കുത്തിമല കാണാൻ. പിന്നെ ഞങ്ങളിവിടെ കൊടിക്കുത്തിമല കണ്ടിട്ട് നേരെ തിരൂർക്ക് പോകണ കാരണം ഓനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടിയും പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും കൂടിയും പോവാന്നൊക്കെ പറഞ്ഞ് പോകാനേന്ന് കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ കാരം. അങ്ങനെ പിന്നെ എന്തായാലും ഉമ്മ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം പിന്നെ പോവാം, ഓളിപ്പോൾ നേരെ തിരൂർക്കാണ് പോകണമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചും കൊണ്ടാട്ടോ ഞങ്ങൾ ഈ പോകും നിൽക്കുന്നത്. അപ്പം ഉമ്മ പറഞ്ഞു നിങ്ങൾ പോകണം അവനോട് പറയണ്ട അറിഞ്ഞേന്ന് കേട്ടോ. കാരണം പറഞ്ഞാൽ പിന്നെ അവനക്ക് സങ്കടമാവും. അങ്ങനെ പിന്നെ എന്തായാലും ഓല് കല്യാണത്തിന് പോയപ്പോലെ ഇത്താല ഇറങ്ങിയെന്ന് കേട്ടോ ഞങ്ങളും പെരയിൽ നിന്ന്. ഞങ്ങൾ നേരെ കൊടിക്കുത്തിമലയ്ക്കും പോകുന്നു, ഓല് നേരെ കല്യാണത്തിന് പോയിക്കുന്നിട്ടാ. ഞങ്ങൾ പെരയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഓൾക്ക് കല്യാണത്തിന് പോകാൻ. അപ്പോൾ പിന്നെ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോകുന്നിട്ട് ഞങ്ങൾ എന്തായാലും കൊടിക്കുത്തിമലയിൽ എത്തിയപ്പം എന്തായാലും എത്തിയപ്പോൾ ലാലു ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടെയുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ നോക്കിയിട്ടാ. ഇവിടെ ഇതേമാതിരി മീനുകൾക്കുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ വർക്കൊക്കെ നോക്കിയാൽ മതി, നല്ല ഡ്രസ്സിലേക്കാണ് നല്ല ഇഷ്ടമായിട്ടാ. നല്ല അടിപൊളിയായിട്ട് നല്ല പെയിൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ഇതേമാതിരി ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതിലും.
അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് മീനുകളെ കാണുന്നത്. പിന്നെ പായൽ കാരണം വല്ലാതെ മീനെയും കാണുന്നില്ല. പിന്നെ ലാലു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കട്ടെ. പിന്നെ അവിടെ എഴുതി വെച്ചൊക്കെ നിങ്ങൾ വായിച്ചോളിട്ടാ. അതായത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റരുത്, അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കേട്ടാ. പിന്നെ അവിടെ ടിക്കറ്റ് എടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പൈസ ഒന്നും അവിടെ പോകില്ല. അങ്ങനെ ഒരാൾക്ക് 40 റുപ്യ കേട്ടോ ടിക്കറ്റ്. അങ്ങനെ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടാണ്. പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാണ്. കാരണം പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റൂല. പിന്നെ വെള്ളക്കുപ്പി ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിന് ഓല് ചാവി അവിടെ വാങ്ങി വെച്ചും ചെയ്തിരുന്നുണ്ട്. കാരണം നമ്മളവിടെ വെള്ളക്കുപ്പി ഇട്ട് പോകുന്നാലോ വെച്ചിട്ട് വെള്ളക്കുപ്പി തിരിച്ച് കൊടുത്താലും നമുക്ക് നമ്മൾ ചാവി ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ആ ചാവിമ്മയും വെള്ളക്കുപ്പിയുമൊക്കെ ഓരോ നമ്പർ ഇട്ടെന്നിരുന്നു കേട്ടോ. ഞങ്ങൾക്കെന്തോ 44 എന്തായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ നട്ടുച്ച ടൈമിൽ കയറിയോണ്ട് ആരും ഇല്ല എന്നിട്ടാണ് തോന്നുന്നത്. 44 കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയെന്ന്. അങ്ങനെ ഇതാട്ടാ ഒരു കൊടിക്കുത്തിമലൻ്റെ ഒരു ഇതും സെറ്റപ്പും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. കാരണം ഒരു കുന്നിൻ്റെ മേലൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് കുറേ ഒന്നാണ് കയറിപ്പോകണം കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ പകുതി ഇല്ലാണ്ടായിട്ടാ. കാരണം അത്രയും കയറിപ്പോണ്ടായി. പിന്നെ കയറിപ്പോകുന്നിടത്ത് തന്നെ പാമ്പിനായിട്ടാണ് കാണുന്നത്. കാരണം പാമ്പില്ലേലേ അത്ഭുതമുള്ളൂ. അത്രക്കും വലിയ പെരുംജാതി കാടാട്ടാ. പിന്നെ ഉച്ച അതും നല്ല വെയിൽ ടൈം കണ്ണ് കാണുന്നില്ല കേട്ടോ. കണ്ണ് വെയിൽ കുത്തട്ടെ അമ്മാതിരി ഇത് തന്നെ കേട്ടോ. പിന്നെ ലാലു പറഞ്ഞു, ലാലുവിന് കേട്ടോ ഭയങ്കര ഇത് കൊടിക്കുത്തിമല എനിക്കറിയാം തോനെ നടക്കണമെന്നൊക്കെ എനിക്കറിയാം. കാരണം എൻ്റെ ഒപ്പം പോയിന്ന്. പിന്നെ അതേമാതിരി കുഞ്ഞമ്മാൻ്റെ മോൻ പോയിന്ന്. ഓനെ ഇടക്കും തലക്കൊക്കെ വരണേണ് കണ്ടിട്ടാ. പോലൊക്കെ പോയ സ്റ്റാറ്റസ് ഇതുപോലൊക്കെ പറഞ്ഞൊക്കെ കേട്ട് സംബന്ധിച്ച് എനിക്ക് വലിയ പൂതിയൊന്നും ഉണ്ടായിരുന്നില്ല. കാണണം എന്നുള്ള പൂതിയുണ്ട്, പക്ഷെ കയറാൻ വലിയൊരു മൂടുണ്ടായിരുന്നില്ല. കാരണം അത്രക്കും നടക്കാണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പാങ്ങിലൊക്കെ ആകുമ്പോൾ പോവുകയാണെങ്കിൽ, അതായത് ഞാൻ തിരിച്ച് പാങ്ങൾക്ക് പോവുകയാണെങ്കിലൊക്കെ നല്ല സുഖമായിരുന്നു. കാരണം നമുക്ക് കാൽവേദന ആയാലും നമ്മളവിടെ അല്ലേ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ തിരൂർക്ക് കൊണ്ട് പോരുമ്പോൾ കൊടിക്കുത്തിമല കാണാൻ പോകാറ് നമുക്ക് ഭയങ്കര ഇത് ചെയ്തിട്ട് എനിക്ക് വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബാക്കിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ലാലുവിൻ്റെ ഒരൊറ്റ നിർബന്ധത്തിന്, അതായത് ലാലു ഭയങ്കര നിർബന്ധമാണ് ഈ കൊടിക്കുത്തിമല കാണാൻ. അങ്ങനെ അപ്പൊക്കെ പിടിച്ച് പോകുന്നതാട്ടോ. അങ്ങോട്ട് പിന്നെ എന്താണ് തിരൂർ ഇതേമാതിരി ബീച്ചിലേക്ക് പോകുള്ളൂ. അപ്പോൾ ലാലു കളിയാക്കും, കാരണം എത്ര ബീച്ച് കാണിച്ചു തന്നാലും നമുക്ക് പൂതി വിടൂലായിരുന്നു. കാരണം ബീച്ചായാൽ പിന്നെ നമുക്ക് അങ്ങനെ മേത്ത് കെട്ടുന്ന വേദന വരുത്തൊന്നും വരില്ലല്ലോ വെച്ചിട്ടാ. പക്ഷെ ലാലൂർ ഇങ്ങോട്ട് വന്നേ പറ്റും. അങ്ങനെ പിന്നെ ലാലുവിൻ്റെ ആഗ്രഹത്തിന് പുറത്ത് വന്നത്. പകുതി എത്തിയപ്പോൾ തന്നെ രണ്ടും ക്ഷീണിച്ചിങ്ങനെ ഇട്ടാ. ഈ ചെറിയൊന്നും ഇപ്പം നിങ്ങൾ നോക്കണ്ട, കുറച്ചും കൂടെ ഉണ്ട് എത്തിയാൽ ചെറിയൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഇത് കയറുന്ന പൊലിവിലുള്ള ചെറിയാണ് ഇപ്പോൾ ആ കാണുന്നത് കേട്ടോ. കാരണം ആരുമില്ല കേട്ടോ. ഞങ്ങൾ കുറച്ചൊരു 4-5 ടീം വരെയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉച്ച ടൈം ആയതുകൊണ്ട് ഒക്കത്തിന് ഇതേമാതിരി ടിക്കറ്റ് എടുക്കുമ്പോൾ കാണാം. പിന്നെ ആരും കാണൂല കേട്ടോ. കാരണം കുറേ നടക്കും, പിന്നെ കുറേ ഇരിക്കും, കുറേ കിടക്കും, അങ്ങനെ ആയിട്ടിട്ടാ. പിന്നെ ഈ കാണുന്ന ഈ കാട് എന്താണെന്നല്ല, നമ്മൾ ഈ നടന്ന് പോകണ വഴിക്ക് കൂടി ഒരു ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വയ്യാളുണ്ട് കേട്ടോ. ആ വയ്യാൾ കൂടി പോയാൽ ഇതേമാതിരിയുള്ള കാടും പൊന്തേക്കാരം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കയറിപ്പോയാലും പോലും അറിയില്ല കേട്ടോ. ഈ കൊടിക്കുത്തിമലയ്ക്ക് വരൽ മുതലാവുക എങ്ങനെ വെച്ചാൽ ഇതുണ്ടാവില്ല, കോളേജ് കുട്ടികളൊക്കെ കാണാം കേട്ടോ. അറ്റങ്ങളൊക്കെ ഒരു എന്താണ് ടിക്കറ്റ് എടുക്കുന്നിടത്തു നിന്നൊക്കെ കാണാം. പിന്നെ അറ്റങ്ങളെ കാണാനുണ്ടാവില്ല, നമ്മളെ മുന്നിലുണ്ടാവും. പിന്നെ നിൽക്കണ ഇടീന്ന് പോലെ കാണാനുണ്ടാവില്ല. അപ്പം എന്താ ഇതേമാതിരിയുള്ള ഇടയും മടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അവിടെ നിന്നൊക്കെ കാണാൻ വർത്താനം ഇതൊക്കെ ഇങ്ങനെ കേൾക്കണം കേട്ടോ. നമുക്കിപ്പോൾ അതൊന്നും നോക്കണ്ടല്ലോ. ഓലായി ഓല പാടായി നമുക്ക് നമ്മൾ പാടോക്കി പോയാൽ പോരെ. അതിന് പിന്നെ ഇവിടെ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതായത് ഇങ്ങനെ പോണ വഴിക്കുന്ന ചെറിയൊരു പന്തൻ്റെ ഉള്ളിൽ കൂടി ചെറിയൊരു വഴിട്ടാ. അതായത് നമ്മൾ ഇതാ ഇപ്പോൾ ഈ വഴിയൊക്കെ കണ്ടില്ല, നമ്മൾ നടന്നടിയാളുള്ള അത് നടന്നൊരടിയാളുള്ള വഴി കണ്ടിട്ട് കയറിപ്പോയി നോക്കിയാട്ടെ ഞാൻ. അപ്പോൾ ഒരു വല്ല എന്താ പറയുക കാടിൻ്റെ ഉള്ളിലൊക്കെ പോയ മാതിരി നല്ല ഗുഹ മാതിരി വഴിയൊക്കെ ഉണ്ട് കേട്ടോ സംഭവം. എന്നിട്ട് അങ്ങനെ പാറപ്പുറമൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കേട്ടോ അവിടെ പോയി ഇരിക്കാനൊക്കെ. അതിന് പിന്നെ അവിടുന്ന് കുറച്ച് നേരം കയറി വന്നിട്ട് ലാലു മുണ്ടി വന്നിട്ട് ഒരു സീറ്റ് ഉണ്ട്. അപ്പോൾ ലാലു വേഗം സീറ്റ് പിടിച്ചിട്ടാ. പിന്നെ ലാലു ഇരുന്നാൽ പിന്നെ ഞാൻ നടക്കൂലല്ലോ, ഞാൻ അതിലും മുന്നേ അപ്പുറം പോയിരുന്നിട്ടാ. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിരുന്നില്ല. ആദ്യം കണ്ട ചെറിയൊന്നുമില്ല കേട്ടോ. രണ്ടാൾ ചെറിയ മുഖമൊക്കെ മാറാൻ തുടങ്ങിയേക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് നടക്കാൻ വേണ്ടി പിന്നെയും കയറിയിട്ട. ഞങ്ങളെ മുന്നിലുള്ള ടീമേർ ഇതേമാതിരി അരിച്ച് ഇങ്ങനെ പോവുക കേട്ടോ. ഒക്കെ അതേമാതിരി പകുതി കയറും, പിന്നെ അവിടെ ഇവിടെയൊക്കെ സീറ്റ് കാണുമ്പോൾ അവിടെ ഇരിക്കും. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് എത്ര ക്ഷീണം തോന്നില്ല. പിന്നെ ഞങ്ങൾ നട്ടുച്ച ടൈം ആയതുകൊണ്ട് നല്ല ചൂടും നല്ല വെയിലും വെള്ളം കുടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. എല്ലാവരും വെള്ളം കുടിച്ചുകൊണ്ടാട്ടോ നടക്കണത്. അപ്പോൾ കുറച്ചങ്ങോട്ട് കയറിയിട്ട് ഞാൻ ആദ്യം സീറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വണ്ടി പോയിരുന്നിട്ടാ. ലാലു അപ്പം എൻ്റെ ബാക്കിൽ ഇങ്ങനെ ആടി കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ലാലു ആണെങ്കിൽ ആ കുപ്പിത്തെ പകുതി വെള്ളം ലാലുവിനെ കേട്ടോ കുടിച്ച് തീർത്തിക്കണ്. എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം ആ കുപ്പിത്തെ വെള്ളം തണുത്തുള്ളതാണ്. തലയിണേലും ഇങ്ങനെ മുണ്ടൊക്കെ ചുറ്റിട്ട് ആകെ ഇവിടെ നീരിറങ്ങിക്കണം കേട്ടോ. കാരണം കുളി കഴിഞ്ഞ പാട് മുടി കെട്ടി വെച്ച് പോകുന്നതിന് തല ഉണങ്ങിയിട്ടില്ല. പിന്നെ വണ്ടിമ്മ ഹെൽമെറ്റ് വെച്ച് പോകുന്നു. പിന്നെ ഈ പെരുംചതി വെയിലത്തിൽ നടക്കല്ലോ, ഇതൊക്കെ കൂടിയിട്ട് എനിക്ക് നീരിറങ്ങിയിട്ട് ഞാൻ കുറക്കലും തുമ്പലും തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ലാലു പറഞ്ഞാൽ മുണ്ടുണ്ട് ഊരിട്ടാളെ പറഞ്ഞിട്ട്, അതായത് ഷാളാക്കി ഇടാനിട്ട് ഞാൻ ചുറ്റി കെട്ടിക്കല്ലേ. അപ്പം നമ്മൾ ഈ ചുറ്റിയിടുമ്പോൾ തന്നെ നീരിറങ്ങുമല്ലോ, അതും ഈ പെരുംചതി വെയിലത്ത് നടക്കുമ്പോൾ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ വല്ല എൻ്റെ ഷാളാക്കിയിട്ടിട്ടാ മുണ്ടൊക്കെ ചുറ്റിയൊക്കെ ഊരിട്ടപ്പോൾ തന്നെ കുറേ സമാധാനം. മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് മുടി പരത്തിയിട്ട് അങ്ങനെ പിന്നെ ഷാളൊക്കെ ഇടുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. ആ ടൈം കൊണ്ട് ഇരിക്കാൻ വന്ന ആൾ കടന്നിക്കണ് കേട്ടോ. അപ്പോൾ ആൾ അഡ്മിറ്റ് ആയിക്കണം. പിന്നെ കുറച്ച് ടൈം അങ്ങനെ അവിടെ ഇരുന്ന് ലാലു എൻ്റെ മടി കടന്നും ചെയ്തു. ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്നും ചെയ്തിട്ട്
അങ്ങനെ പോണവരും വരുന്നവരൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും ഇതേമാതിരി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചിട്ടോ. കാരണം ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിൽ കയറിയാണ്. പകുതി എത്തിയപ്പോൾ എല്ലാവരും ചടച്ചിക്കണ്. അത്രക്കും വെയിലും ചൂടല്ലേ. നേരെ 2:30 ആ ഒക്കെ ഒരു ടൈമാണ്. 2:30 3 മണിയൊക്കെ ആവണുള്ളൂ. അങ്ങനെ പിന്നെ എന്തായാലും ഷാളൊക്കെ ഞാൻ ഊരിയിട്ടിട്ട് ചുറ്റിട്ടൊക്കെ ഊരിയിട്ടിട്ട് ഷാളൊക്കെ ഇട്ടിട്ടാണ്. എനിക്ക് ഷാൾ ഇട്ടിട്ടാണ് മുണ്ട് ചുറ്റിയിട്ടാൽ രസം നിങ്ങൾ പറയട്ടാ. ലാലും നല്ല ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ ഷാളൊക്കെ ആക്കിയിട്ടപ്പോൾ. പിന്നെ ഞാൻ മുടി എന്തിനാ അങ്ങനെ പരത്തിയിട്ടിരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് നീരിറങ്ങിയിട്ട് ഞാൻ കുറക്കലൊക്കെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ എനിക്കറിയാം എനിക്ക് എട്ടിൻ്റെ പണി കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടി വെച്ചിരുന്നു വട്ടിട്ടിട്ടാ. അപ്പോൾ വട്ടൊക്കെ ഊരിയിട്ടിട്ട് മുടി പരത്തിയിട്ടിട്ട് ഞാൻ അതേമാതിരി ഷാളാക്കി ഇട്ടിട്ട്. അപ്പോൾ കുറേ സമാധാനമായി. കാരണം കാറ്റും വെളിച്ചമൊക്കെ തട്ടൽ തുടങ്ങിയപ്പോൾ കുറേ സമാധാനം. മറ്റു ചുറ്റി കെട്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് നീരിറങ്ങും. പിന്നെ നമുക്ക് കരയും, പിന്നെ ജലദോഷവും തുമ്മലും, പിന്നെ അതിലും വലിയ പണിയേക്കാരം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ അരിച്ച് ചെല്ലുമ്പോൾ ലാലും മേലെ എത്തിക്കണം കേട്ടോ. പിന്നെ കുറേ ഇങ്ങോട്ട് കയറിയപ്പോൾ ഇതേമാതിരിയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ സമാധാനമാവും. അപ്പം എത്താനായല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര കാറ്റ് ചെയ്തിട്ട് നല്ല കാറ്റ്, നല്ല കാറ്റിട്ടാ. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ കയറി ക്ഷീണമൊക്കെ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല കേട്ടോ. അത്രക്കും എന്തെന്ന് പറയും, അത്രക്കും രസമാട്ടോ കാണാൻ. അങ്ങനെ കയറി കിട്ടണം. വല്ല വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു കേട്ടോ. എപ്പോഴും പോയി തരാം. അതിന് നടക്കണ കാര്യം ആലോചിക്കുമ്പോൾ കേട്ടോ പോകാനും മടിയായിക്കാരം. പക്ഷെ കാഴ്ച കാണുമ്പോഴാണല്ലോ അവിടെ നിന്ന് പോരാനും തോന്നില്ല. എന്തെന്ന് പറയാം, നമ്മൾ ഇത്രയും കയറി ക്ഷീണം എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല. ആ ഒരു കാറ്റ് കിട്ടിയാൽ മതി കേട്ടോ. കാരണം നല്ല തണുത്ത കാറ്റ്. പിന്നെ ഞാനവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആരും ഉണ്ട് അറിയട്ടാ പറയുന്നത് അവിടെ കടന്നൽ കൂടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കടന്നലാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലും എന്നോട് പോരെ അറിയണ്ട കേട്ടോ. പക്ഷെ എനിക്കാണെങ്കിൽ ഈ കാഴ്ച കണ്ടിട്ട് ഇവിടെ നിന്ന് പോരാനും തോന്നില്ല. പിന്നെ ആ കാഴ്ച നോക്കി നിന്നിട്ട് കാര്യമില്ല. അതിലും വലിയ കാഴ്ചയാണ് ഇവിടെ മേലെ. അപ്പോൾ അവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ വല്ല കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നിന്നിട്ട് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് അവിടുന്ന് മെല്ലെ പോന്നിട്ടാണ്. പിന്നെ ഈ പുല്ലാളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഇതേമാതിരിയുള്ള പുല്ലും കാടൊക്കെ ആയിക്കാരം കേട്ടോ. കോളേജ് കുട്ടികളൊക്കെ ഇതേമാതിരി വന്നിട്ടും പോയിട്ടാണ് ഓല ആ ബാഗ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. വല്ല പ്ലാസ്റ്റിക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ട് മേലേക്ക് കയറ്റുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഓല ബാഗ് ചെക്കിങ് ഒക്കെ കേട്ടോ. പക്ഷെ എൻ്റെ ബാഗും ചെക്ക് ചെയ്ത് അതിൻ്റെ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ബാഗ് അവിടെ വാങ്ങി വെച്ചൊന്നുമില്ല. ഈ കോളേജ് കുട്ടികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, ഓലൊക്കെ ഇതാക്കിയിട്ട് സംബന്ധിച്ചാൽ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല. എന്തായാലും അവിടെ ചെക്കിങ് ഉണ്ട്. വെള്ളക്കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓല അവിടെ ചാവിയൊക്കെ വാങ്ങി വെക്കും. കാരണം നമ്മൾ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമല്ലേ അറിയില്ലല്ലോ. ഇവിടെ കൊടുന്ന് പരത്തി വെച്ചിട്ടാണ് ഓല ചാവിയും കാര്യങ്ങളും വാങ്ങി വെക്കുന്നത് കേട്ടോ. കാരണം ചാവി കിട്ടണമെങ്കിൽ നമ്മൾ ഈ കുപ്പി അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണമല്ലോ, അതിനൊക്കെ കേട്ടോ. പിന്നെ ഇതേമാതിരി ഒഴിഞ്ഞ സ്ഥലമാണ്, നട്ടുച്ച ടൈമാണ്. ഞങ്ങളെ മുന്നിൽ ഇതേമാതിരി കോളേജ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു പെണ്ണും ചെക്കനും ഉണ്ടായിരുന്നു. ഞങ്ങളപ്പം ടിക്കറ്റ് എടുത്ത ആളെയുണ്ട്. പിന്നെ ഞങ്ങൾ അതുവരെയായിട്ട് മേലത്തോളം ഞങ്ങൾ അറ്റങ്ങളെ കണ്ടിട്ടില്ല. എവിടേക്ക് പോയത് പറിച്ച റബ്ബിൻ്റെ അറിയട്ടാ. പിന്നെ ഞങ്ങളെ മാതിരി തന്നെയാണ് എല്ലാവരും. കുറേ കയറും, പിന്നെ എവിടെയെങ്കിലൊക്കെ ഇരിക്കാനുള്ള സീറ്റ് ഇട്ടും അവിടെ പോയി ഇരിക്കും, പിന്നെ കയറും. അങ്ങനെയൊക്കെ കൂടിയായിട്ട് എന്തായാലും മേലെ എത്തിയിട്ടാ. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരും കേട്ടോ. ഈ ഉച്ച ടൈമിലൊക്കെ അവിടെ അധികം കപ്പിൾസുകളൊക്കെ കേട്ടോ. അതേമാതിരി കോളേജ് കുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പുതുക്കളുള്ള വരാൻ നമ്മളൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ല. കപ്പിൾസുകളായിട്ട് കുട്ടികൾ മക്കൾ അങ്ങനെ ആയിരുന്നു വരില്ല കേട്ടോ. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ. നട്ടുച്ച ടൈമല്ലേ, അങ്ങനെ ഒഴിഞ്ഞ് ഇതേമാതിരി ഇങ്ങനെ പുതുക്കം ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ല, ഓലൊക്കെ ചെയ്തിട്ട് അധികം ഉണ്ടായിരുന്നു. പോരാ ടൈമിൽ ഇതേമാതിരി ഫാമിലി ആയിട്ട് ഇങ്ങനെ കുട്ടികളും മക്കളും ഉമ്മാരും ഒപ്പാരും എല്ലാവരും കൂടി ആയിട്ടൊക്കെ വന്നിരുന്നിട്ടാ. ഉച്ച ടൈമിലൊന്നും അല്ലാതെ ആരുമില്ല. ഇതേമാതിരി ചെറുപ്പക്കാർ മാത്രം ഉണ്ട് കേട്ടോ. ഓർക്ക് ഈ പിരാന്തുള്ള നട്ടുച്ചൊക്കെ അതിൻ്റെ മേലെ കയറണം. ഫാമിലിയൊക്കെ ആയി വരുമ്പോൾ നമ്മളെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ചെന്നപ്പോൾ ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 4-5 കപ്പിൾസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ മേലെ. അപ്പോൾ ഇനി ഇവിടെ ഉള്ളതൊക്കെ നിങ്ങൾ വായിച്ചെടുത്തോളൂ കേട്ടോ. കാരണം അത്രക്കും ഉയർത്താണ് ഈ കൊടിക്കുത്തിമല കേട്ടോ. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു സംഭവമാണ്. അന്ന് അവിടെ കൊടി കുത്തിയോണ്ടാണ് ഇതിന് കൊടിക്കുത്തിമല എന്നുള്ള പേര് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം അത്രക്കും ഉയർത്താം കേട്ടോ. അതിപ്പോൾ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ എന്താ പറയുക, ഇവിടെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കയറി വരുന്നിടത്ത് ചെറിയ പേര സെറ്റപ്പ് മാതിരി എന്തോ ഓഫീസാണ്. അവിടെ അതേമാതിരി കുപ്പിവെള്ളം കിട്ടും. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളം ഒന്നും എടുത്തില്ല. കാരണം എപ്പോൾ എന്ന് കൊടുന്നേക്കണ എന്തായതൊന്നും അറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മേലെ എത്തിയപ്പോൾ പിന്നെ ആ ഫാമിലിയൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു നിന്നിട്ട്. അവർ കുറേ ഞങ്ങളെ മുന്നിലുണ്ടാവും, പിന്നെ കുറേ ഞങ്ങളെ ബാക്കിലുണ്ടാവും. ഞങ്ങൾ 2 കൂട്ടരും കൂടി ഇരുന്നിട്ട് അധികം ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും 2 കൂട്ടരും ഒപ്പം എത്തിക്കണം കേട്ടോ മേലെ. പിന്നെ ഇതേമാതിരി കോളേജ് കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷാളൊക്കെ ഇട്ടിട്ട് അപ്പൊക്കെ തോന്നി ചുറ്റിയിടുന്നത് നല്ലത് കേട്ടോ. കാരണം നമ്മളെ കൊണ്ട് പാറും കാറ്റിട്ടാ. മുണ്ടും ഡ്രസ്സൊക്കെ പാറി കളിച്ചിട്ട് അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് തന്നിട്ടാ. പിന്നെ ഞാൻ ലാലിനോട് നമുക്ക് അവിടെ ഇങ്ങനെ പോയി നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പറ്റിഷോ അങ്ങനെയൊക്കെ പറയാമല്ലോ. അതിന് പിന്നെ കുറച്ച് നേരം കാറ്റുള്ളാൻ വേണ്ടിയിട്ട് പോയത് ചെയ്തിട്ട്. പിന്നെ നമുക്ക് വീഡിയോ എടുത്താൽ ആരും ഇല്ലാത്ത കാരണം ഞാൻ ഫോൺ ഇതേമാതിരി ബാഗുമ്പോൾ ഇങ്ങനെ കുത്തിച്ചരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് വീഡിയോ എടുത്താട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ.
ഡ്രസ്സൊക്കെ അങ്ങോട്ട് പാറിയിട്ട് നല്ല തണുപ്പുള്ള കാറ്റ് ട്ടോ. അവിടുന്നാണേലും ഇങ്ങോട്ട് പോരാനും തോന്നില്ല. നല്ല ചൂട്, നല്ല തണുത്ത കാറ്റും വേറെ ലെവൽ ട്ടോ. അവിടെയൊക്കെ ഇരുന്നാൽ പെട്ടെന്ന് ഉറങ്ങും ട്ടോ. അങ്ങനെ പോയാൽ പിന്നെ കുറേ ടൈം അവിടെ ഇരിക്കും. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഇതേമാതിരി ഞാൻ പറഞ്ഞല്ലോ കോളേജ് കുട്ടികളാണ് അധികം വരെ കപ്പിൾസുകളായിട്ടെന്നൊക്കെ. അറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ട്ടോ മേലെ. പിന്നെ ഞങ്ങൾ ഇതേമാതിരി അവിടെ ഇരിക്കും കുറേ ഇതേമാതിരി നടന്നു വരും അങ്ങനെയൊക്കെ കൂടി ആയിട്ട് കുത്തി മറിഞ്ഞിട്ടാണ് എത്തിയത്. അറ്റങ്ങൾ ഇതേമാതിരി നേരത്തെ വരും ട്ടോ. ഇവിടെ എന്താ രാവിലെയൊക്കെ തുറക്കും ട്ടോ. എന്നിട്ട് പിന്നെ വൈകുന്നേരം ഒക്കെ ഉണ്ട്. 4 മണിക്ക് അടക്കും എന്നൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു കേട്ടോ. പക്ഷേ 4 മണി 4:30ക്കാണ് ഞങ്ങൾ താഴെ ഇറങ്ങിയത്. അപ്പോഴൊക്കെ അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ടൈമിലാണ് ഫാമിലിയൊക്കെ വരുന്നത്. ഞങ്ങളെ മാതിരിയുള്ള പിരാന്തന്മാരൊന്നും ഉച്ചക്ക് കയറി വരുന്ന കാര്യമല്ലല്ലോ. പിന്നെ ഞങ്ങളെ കണ്ടില്ലേ, അങ്ങനെ ആ കപ്പിൾസ് ആയിരുന്നു ഞങ്ങൾ മുന്നിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ കാണാണ്ടായിരുന്നില്ല. ആ ടീമാട്ടത്. ഞങ്ങൾ ഇറങ്ങാൻ ടൈമിലാണ് ടോല് വന്ന് കയറിയത്. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ വേഗം വെള്ളക്കുപ്പിയിട്ട് തിരിച്ചിറങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്ന് കുറേ അടിയൊക്കെ എത്തിയപ്പോൾ ഇതേമാതിരി ഫാമിലികളൊക്കെ വരൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതേമാതിരി എന്താണ് അന്ന് ഞായറാഴ്ച ചെയ്യുന്നിട്ടാ. അപ്പോൾ പിന്നെ കല്യാണം പരിപാടിയൊക്കെ ആയിട്ട് ഇതേമാതിരി കല്യാണം കഴിഞ്ഞവരും, അതായത് കല്യാണം കഴിഞ്ഞ് നമ്മൾ പോകുന്ന ടൈമിലൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് ഉണ്ടല്ലോ, അങ്ങനത്തെ ടീമിലായിരുന്നു കേട്ടോ. കുറേ ഉമ്മയും കുട്ടികളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയിരുന്ന ടൈമിൽ ഫുള്ള് കപ്പിൾസുകളായിരുന്നു കേട്ടോ. ആ ഒരു ടൈം അറിയുമ്പോൾ വല്ലാതെ ആരും ശല്യം ഉണ്ടാവില്ല. നമ്മളെ ലോകമായി അങ്ങനെ കേട്ടോ. നല്ല അടിപൊളി സ്ഥലമൊക്കെ തന്നെ കേട്ടോ. നല്ല എന്താ പറയുക, നല്ല പ്രൈവസി ഒക്കെ ഉള്ള സ്ഥലമൊക്കെ തന്നെയാണ്. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ പിന്നെ ഒരു 4:30 ആയപ്പോൾ തിരിച്ചിറങ്ങിയിട്ടാ. പിന്നെ അതാട്ടോ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇത് വെയിലായോണ്ടാട്ടോ വലിയ വെള്ളമൊന്നും ഇല്ലാത്ത. മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ വെള്ളച്ചാട്ടമൊക്കെ. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അവിടെ നല്ല തിരക്കായി തുടങ്ങിയിട്ടാ ടിക്കറ്റ് കൊടുക്കുന്നിടത്ത്. പിന്നെ ഇപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് തിരൂർക്ക് എത്തും വേണമല്ലോ. അങ്ങനെ പിന്നെ 4:30 ആയപ്പോൾ ഞങ്ങൾ അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇറങ്ങിയപ്പോൾ 4:30ക്കുള്ള അവസ്ഥ ഇട്ടത് അടിയിൽ. ഉച്ചക്കത്തെ നിങ്ങൾ കണ്ടിരുന്നില്ലേ, ആരും ഉണ്ടായില്ല. ഈച്ചിന് അടിയിരിക്കുന്നു കേട്ടോ. ഇപ്പം പിന്നെ ആൾക്കാർ വരൽ തുടങ്ങി. പിന്നെ ലാലുവിൻ്റെ അവിടുന്ന് ഒരു ചെറിയ കുട്ടീനെ കമ്പനി കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞൊക്കെയാണ്. പിന്നെ ഈ താത്തിയിട്ടായിരുന്നു കേട്ടോ ബാഗ് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ. അതായത് അവിടെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ കേട്ടോ നമ്മളെ. അങ്ങനെ പിന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളക്കുപ്പിയൊക്കെ ഓൽക്ക് ആദ്യം കൊടുത്തിട്ട് അവിടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഓന് അടുത്ത് നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വെള്ളക്കുപ്പിയൊക്കെ കൊടുത്തിട്ട് ആ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ചാവിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോരണം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും കൊടിക്കുത്തി മലനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് ഇൻഷാ അള്ളാ ഇനിയും പോകണം നല്ല പൂതിയുണ്ട് കേട്ടോ. കാരണം കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ, ഇറങ്ങുമ്പോൾ നല്ലതാട്ടോ. അതായത് എന്താണ് കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു മനസ്സെന്നറിയാമെന്നൊക്കെ പറയില്ല, എന്നാൽ മാതിരി കേട്ടോ. കയറുമ്പോൾ തോന്നി ഇറങ്ങാനാ സുഖം, പക്ഷേ കയറുമ്പോൾ നമുക്ക് ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ ഇതാക്കാം. ഇറങ്ങുമ്പോൾ മുട്ടങ്ങ കീപ്പട്ടും അല്ല കുഴഞ്ഞ മാതിരി കേട്ടോ. കാരണം ഏടുണ്ടാവില്ല കാലിന്. അതായത് നമ്മൾ കുത്തനെ കയറ്റാണ്, വളവും തിരിവൊക്കെ ആയിട്ടാണ്, പക്ഷെ കയറ്റാണ്. ആ കയറ്റം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അതായത് നമ്മൾ കുറേ കയറിയിട്ട് പിന്നെ ആ കയറ്റം ഇങ്ങോട്ട് കീഴ്പ്പെട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. കാല് മുട്ടുങ്ങ കീഴ്പ്പെട്ട് നമുക്ക് നടക്കാൻ തന്നെ വയ്ക്കില്ല കേട്ടോ. കാലൊക്കെ കുഴഞ്ഞു പോകണ മാതിരി കേട്ടോ. പിന്നെ ലാലുവിനോട് അറിയുന്നിട്ടാ അവൻ ഇരിക്കാന്ന് അറിയിട്ടാ. അങ്ങനെ കൊത്തി മറിഞ്ഞാൽ എന്തായാലും താഴെ എത്തിയിട്ടാ. പിന്നെ ഞാൻ കരുതിയിരുന്നു 8ൻ്റെ പണി കിട്ടുന്നൊക്കെ കേട്ടോ. പക്ഷെ അന്ന് പിന്നെ കാൽവേദന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 4 ദിവസത്തിന് നല്ല കാൽവേദന എന്നിട്ടാണ്. ഇത് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് ഞങ്ങളത് കൊടിക്കുത്തിമല പോയിന്ന് ഞായറാഴ്ചയിന്ന്. 4 ദിവസം നല്ല കാൽവേദന ഉണ്ടായിരുന്നിട്ട്. കാരണം കാല് നിലത്ത് കുത്താൻ പറ്റിയിരുന്നില്ല. അത്രയ്ക്കും കയറി പോവാനും ഉണ്ടേനു. അത് കുത്തനെ കയറ്റും. ആ കുത്തനെ കയറ്റം കയറിയും പോരാ, കുത്തനെ ഇറങ്ങും വേണമല്ല. എന്തായാലും കാലിന് 8ൻ്റെ പണിയൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിറങ്ങി പോവുക. പിന്നെ വേദനയൊക്കെ ഇതേമാതിരിയുള്ള അടിപൊളി കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വയം മറക്കുമല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അടയാളങ്ങൾ വേണ്ട, എന്നാൽ മാതിരി നമുക്ക് ഓർത്തിരിക്കാൻ നല്ലൊരു വേദനയും കിട്ടും കേട്ടോ. പിന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കാണേണ്ട കാഴ്ചകൾ നമ്മൾ കാണുന്നതന്നെ വേണ്ടേ, മടിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും അവിടെ അതേമാതിരി ചെറിയ ചെറിയ തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഐസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലാലും ഐസ് വേഗം നിൽക്കിയിട്ട് ഞാൻ പറഞ്ഞ ഐസ് വേണ്ട കേട്ടോ. കാരണം നമ്മൾ ഈ തല വേർത്ത പാട് ഐസ് തിന്നാലേ എനിക്കറിയാം എനിക്ക് വേഗം കുറയും ഇതൊക്കെ വരുന്നു. അത് കാരണം ഐസ് എന്തെങ്കിലും ഉപ്പിലിട്ട് എന്തെങ്കിലും മതി അറിയണം. അപ്പോൾ ലാലും എനിക്ക് മാങ്ങ എടുത്ത് തന്നിട്ട്, എനിക്ക് മാങ്ങ ഇട്ടാൽ പൊതുവേ ഉപ്പിലിട്ട ഇഷ്ടം. ലാലും പിന്നെ പൈനാപ്പിൾ എന്നിട്ട് എടുത്തിന്. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തിട്ട് ഇതേമാതിരി കടൻ്റെ ബാക്കിൽ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ പോയിരുന്നിട്ട് കാഴ്ചകളൊക്കെ കാണിന്നിട്ടാ. ആ കണ്ടിരുന്ന മലയാളമൊക്കെ എന്നിട്ട് നമ്മൾ ആ കയറിപ്പോയിരുന്ന മലയാളമൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് താഴെ വന്നപ്പോൾ ഒരു കാറുണ്ട് അവിടെ നിർത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ വണ്ടിമേൽ കയറിയല്ലേ. അപ്പോൾ പിന്നെ മുണ്ട് ഇങ്ങനെ പാറി കളിച്ചുമ്പോൾ പിന്നെ നേരാക്കാൻ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എത്ര കാട്ടി ലാലുവിനോട് പറഞ്ഞു എനിക്ക് ഞാൻ മുണ്ട് ചുറ്റട്ടെ പറഞ്ഞിട്ട് ആ കാറിൻ്റെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ മുണ്ട് ചുറ്റാൻ വേണ്ടി നിൽക്കട്ടാ. അപ്പോൾ ലാലു ആണല്ലേ വേഗം വാ ധൃതി ഇട്ടട്ടാ. എനിക്കാണെങ്കിൽ മുണ്ട് ചുറ്റാതെ പോയാൽ പിരാന്തേക്കര. കാരണം മുണ്ട് ഇങ്ങോട്ട് പിടിച്ചാൽ കിട്ടൂല കേട്ടോ. അങ്ങോട്ട് പാറി കളിച്ചുകൊണ്ടിരിക്കരം. പിന്നെ മുടിൻ്റെ കാര്യം പറയും വേണ്ടിയില്ല, അല്ല ഭദ്രകാളിൻ്റെ മാതിരി കരട്ടോ. ഞാൻ തന്നെ അതിൻ്റെ മേലൊക്കെ പോയപ്പോൾ മുടിയൊക്കെ ആകെ പാറി കളിച്ചുകൊണ്ടിരുന്നിട്ടാ. പിന്നെ നമുക്ക് നമ്മളെ തടിയല്ലേ വലുതും. അതിന് പിന്നെ എന്തായാലും
മുണ്ടൊക്കെ ചുറ്റി സെറ്റായി ഇറങ്ങിയിട്ടതാ ഞങ്ങൾ വന്നപ്പോഴുള്ള കാഴ്ച കേട്ടോ. പോകുമ്പോൾ ഒരു വണ്ടി പോലും ഉണ്ടായിരുന്നില്ല. തിരിച്ച് വന്നപ്പോൾ വരിക്ക് കാറാളും ബൈക്കാളും ഒക്കെ ആയിട്ട് നിർത്തിയിട്ടിരിക്കണം കേട്ടോ. കുറേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ മേലെ നിന്ന് ഇങ്ങോട്ട് കീഴ്പ്പെട്ട് വെറ്റ വണ്ടിയാളാട്ടോ. അങ്ങനെ എന്തായാലും കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ കൊടിക്കുത്തിമലനോട് യാത്രയൊക്കെ പറഞ്ഞ് പോന്നിട്ട് ഇനി എന്നാണാവോ പോവാം. ഇൻഷാ അള്ളാ ഇനി മിഥുനൂട്ടൊക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം പോവാൻ നല്ല പൂതിയുണ്ട് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു ഇന്നിപ്പോൾ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോകണം എന്നൊക്കെ കേട്ടോ. ഇൻഷാ അള്ളാ ഒക്കെ സാഹചര്യം പോലെ ഇൻഷാ അള്ളാ പോകണം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അപ്പം അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.